നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടമ്പാട്ട് കുണം എന്ന സ്ഥലത്ത്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു മാസമായി സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയെടുത്തിട്ട്, അപ്പോൾ മഴയുടെ പ്രശ്നം കൊണ്ട് അവരിങ്ങനെ ഡിലേ ആയി പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മേശരിമാർ ആ സ്ലാബ് അടിച്ചിടാനായിട്ട് വന്നപ്പോൾ അതിനകത്തൊരു അതിഥി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കവരെടുത്ത് ആ സമയത്തിലൂടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ടാർപ്പാളായിട്ട് മൂടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ വിളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിക്കകത്ത് അകപ്പെട്ട അതിഥി ആരാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആ വീട്ടുകാരൊന്ന് പരിചയപ്പെടാം. കണ്ടാ അടിപൊളി, സന്തോഷം കേട്ടോ. നെഞ്ചിടിച്ച് നിൽക്കുകയാണല്ലേ. എന്ന് വെച്ചാൽ രാവിലെ കുഴിവെട്ടി അരമണിക്കൂർ പണി തീർത്ത് പോകാൻ വന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്കാണ് ആനം കിടക്കുന്നത്. അപ്പോൾ പിന്നെ പണി ഡെയിലി ആയി. നമസ്കാരമാ. ഈ കൊച്ചു ചേർക്കൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കണമല്ലോ. സുഖം, അടിപൊളി. നമസ്കാരം. അപ്പോൾ ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? എൻ്റെ വീടിൻ്റെ ബാക്കിലോ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. കിണറല്ലേ? ഇന്ന് ടാർപ്പാളായിട്ട് മൂടിയിട്ടു. ഇതിനകത്തുണ്ടല്ലോ ചായ, പോയിട്ടൊന്നുമില്ല. സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, ഞാൻ ഇന്നലെ അവിചാരിതമാണെങ്കിൽ പോലും ഒരു പ്രോഗ്രാം കാണാൻ ഒരു ഇടയായി ഒരാളിൻ്റെ. നമ്മളെയൊക്കെ വിമർശിച്ചുകൊണ്ട്, അപ്പോൾ അവർ പറയുന്ന അതിഥികൾ വനം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ നന്നായിട്ട് കമൻസ് ഇട്ടു. അടിപൊളിയായിട്ട് കമൻസ്. സന്തോഷം, ഞങ്ങളെ അംഗീകരിച്ചല്ലോ. അടിപൊളി, സൂപ്പർ. എന്തായാലും നമ്മൾ അതിഥിയെയും അവർ സ്വീകരിച്ചു. നമ്മൾ എതിർത്തുകൊണ്ട് നിന്ന ആൾക്കാർ അതിഥിയായി, അതിഥി ദേവോ ഭവയായി, അതിഥിയായി, പിന്നെ വനവുമായി. വിഷം എന്നുള്ളത് അവർ മാറ്റി. ഞാൻ പണ്ടോട്ടേ പറയുന്നുണ്ട് വിഷം എന്ന് പറയരുത്, തെറ്റായ വാക്കാണ്. അതിപ്പോൾ അവർ മാറ്റി. അതിനിടെ നന്നായിട്ട് കമൻറ്റ്. അപ്പോൾ സന്തോഷം, നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഈ കല്ലെന്നെടുത്ത് മാറ്റാം. വേണ്ട, സാധാരണ പാമ്പിളിങ്ങനെ ഓർക്കനിങ്ങനെ കയറി വരണ പതിവില്ല. അപ്പോൾ നമ്മുടെ അതിഥികളെക്കുറിച്ച് പഠിക്കാൻ നടന്നാൽ ഒരിക്കലും പഠനം പൂർണ്ണമാകില്ല എന്ന് ഞാൻ വർഷങ്ങളായി പറയുന്നൊരു കാര്യമാണ്. കണ്ടോ, ഇതിപ്പോൾ നല്ല ഗ്രിപ്പുണ്ട്. ഇപ്പോൾ ഈ കുഴി വെട്ടിയിരിക്കുന്നതിൽ എന്താ പറയുക, സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയാണ്ട് നമ്മൾ ക്ലീനായിട്ട് അരിയത്തില്ല. അപ്പോൾ കിണറാണെങ്കിൽ മാത്രമേ ക്ലീനായിട്ട് അരിഞ്ഞ് പോകത്തുള്ളൂ. അപ്പോൾ ഇതിനൊരു ഗ്രിപ്പുണ്ടാവും. നല്ല ഉറപ്പുള്ള മണ്ണാണ്. വാഴപ്പാരം തോന്നുന്ന സാധനം നല്ല ഉറപ്പുള്ള മണ്ണാണ്. അപ്പോൾ അതിൽ കൂടെ കയറി തുടങ്ങി എത്താറായി. കണ്ടോ, അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വീണതിൻ്റെ ഒരു ആഹാരത്തിലായിരിക്കാം ഇങ്ങനെ തളർന്ന പോലെ കിടന്നത്. പക്ഷേ തലയൊന്നും തട്ടിയിട്ടില്ല. ഒരു 1.5 സാധനം തന്നെ. നോക്കിയേ, 1.5 സാധനം. ഒരു ചെറുതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇവർ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ നല്ല കറുപ്പായിരുന്നു. നല്ല വേറെ ഈ അപകടമൊന്നും പറ്റിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മേളിലോട്ട് വന്നിട്ട് പടക്കോനെ പോയി താഴെ വീഴാൻ സാധ്യതയുണ്ട്. കേട്ടോ, എത്തിങ്ങ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേളിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഗ്രിപ്പ് കുറവാണ്. കേട്ടോ, നോക്കിയേ, നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കയറി വന്നാൽ അത്രയും നമുക്ക് പോരെ, കാരണം നമ്മളങ്ങ് താഴെ പോകണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊരു പഠനം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചുവരിൽ കൂടെ പാമ്പ് കയറി വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചുവരിൽ കൂടെ പാമ്പ് കയറാറില്ല. പക്ഷേ അത് ചുവരി നമ്മൾ കെട്ടുന്ന ഭിത്തിയാണ്. ഇതല്ല, ഇത് മൺഭിത്തിയാണ്. ഒന്ന് അതുപോലെ വേറൊന്നുകൂടി നമ്മൾ പറഞ്ഞ ഉത്ര എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിയെ ഭർത്താവ് കൊല ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭിത്തി വഴിയൊന്നും പാമ്പ് കയറില്ല. അത് തേച്ച ഭിത്തി വഴിയാണ്. ഇത് ഭിത്തിയല്ല, ഇത് വെറും ഒരു കുഴിയാണ്. അപ്പോൾ അതിനകത്ത് ഈസിയായിട്ടാണ് കയറി വരാൻ പറ്റും. പക്ഷേ ഇത് കയറി പൂർണ്ണമായിട്ട് ഇങ്ങ് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി മേളിലേക്ക് വന്നിട്ട് മിക്കവാറും അങ്ങ് താഴേക്ക് മാറി. പോയി താഴേക്ക് മാറി. കാരണം വെച്ചാൽ അറിയാലോ. അപ്പോൾ നമുക്ക് ആ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കയറുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സമയം കളയാനല്ല. നല്ല എന്താ പറയുക, ഒത്തൊരു അതിഥി വന്ന് പെട്ടുപോയതാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ തന്നെ നമുക്ക് തോട്ടമെല്ലാം കിടപ്പുണ്ട്. തോട്ടം അറിയാമല്ലോ. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ കയർ ഉപയോഗിച്ചെടുക്കാണ്ട് ഇറങ്ങിയെടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറങ്ങിയെടുക്കാന്ന് പറഞ്ഞാൽ വിസ്താരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയെടുക്കുമ്പോൾ കടി കിട്ടാൻ സാധ്യത. തൊടിയുണ്ട ചോട്ടി കയറി കടി കിട്ടാൻ സാധ്യത. പക്ഷേ ഇതിപ്പോൾ വീണിട്ട് അവന് വേറെ അപകടമൊന്നുമില്ല. എന്തായാലും സുഖമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ അതൊക്കെ അതെ ഇല്ല, ടൈറ്റ് ആവണമെന്നില്ല. ടൈറ്റ് വേണം. നമുക്ക് അതിനകത്ത് കുരുക്കിൽ കയറിയാൽ മതി. പിന്നെ കയറി പോരും. സാറേ കയറി വരൂ. എൻ്റെ മണം അടിച്ചല്ലോ. കയറിക്കോ ചക്കര, കയറിക്കോ. ആ കയറിക്കോ. കുറച്ച് കയറിക്കോ. ഓക്കെ. സന്തോഷം. കുറച്ച് കയറിക്കോ. കുറച്ചുകൂടി, അല്പക്കൂടി. അമ്പട സക്കോ. അയ്യോ
ഇതെല്ലാം കയറിയിട്ടുണ്ട്. ആദ്യം ഒന്ന് പൊക്കി ചക്കര കയറി വാ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ എന്താ പറയുക ആശാനെ നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്നത് പരിചയപ്പെടാം. അപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് വീട്ടിൻ്റെ മുന്നിലേക്ക് പോവാം. അത്ര വലുതല്ല. നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ അറിയില്ല, വെള്ളത്തിൽ കിടക്കുമ്പോൾ സാധാരണ പാമ്പുകൾക്ക് സൈസ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ അത്ര സൈസില്ല. ഒരു 7 വയസ്സോളം ഞാൻ എൻ്റെ അമ്മയും അപ്പനും നല്ല ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എഴുതി വെക്കാനായിട്ട്. എന്നാൽ 7 വയസ്സോളം പ്രായം വരുന്ന പെണ്ണതിഥി, ഫീമെയിലാണ് അതിഥി. ഏകദേശം ഒരു മീറ്ററിൽ 1.4 മീറ്ററോളം നീളം വരും. നമ്മൾ സമയം കളയുന്നില്ല, ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിന് ബോട്ടിലാക്കാം. ബോട്ടിലാക്കാം. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനുള്ള കുഴിയിൽ, സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയിൽ അകപ്പെട്ട അതിഥിയെ പിടികൂടി കഴിഞ്ഞു, രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത സ്ഥലത്തേക്ക് ഒരുമിച്ച് യാത്രയാവും. നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. നമ്മളെ വള്ളക്കടം എന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇവിടെ സ്ക്രാപ്പുകൾ ഇപ്പോഴറിയാം, നമ്മളെ വേസ്റ്റുകൾ കയറ്റാനായിട്ട് അവർ വന്ന് ലോറിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു അതിഥി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇങ്ങോട്ട് എഴഞ്ഞ് കയറി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പിന്നെ നിസ്കാര സമയമാണ്. പുള്ളിക്കാരൻ പള്ളിയിലേക്ക് പോയി. പിന്നെ അവിടെ പണിക്ക് നിൽക്കുന്ന ആൾ, വണ്ടിയിൽ വന്ന ആൾ മാത്രമേ ഉള്ളൂ, ലോറിയുടെ ഓണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയല്ല. അപ്പോൾ ഇതിനകത്ത് കയറുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അശ്രാന്തമായ പണിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പറഞ്ഞ ഏരിയ മാത്രം നമുക്കൊന്ന് മാറ്റി നോക്കാം. നമുക്ക് ആരാണെന്നൊന്നും അറിയില്ല, ഒരു അതിഥിയെ മാത്രം എന്താണെന്നൊന്നും പറഞ്ഞില്ല. പുള്ളി വലിയ മൂർഖൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് സമയം കളയല്ല, നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ആരാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇതിനെ അങ്ങോട്ട് കയറുമ്പോൾ ഞാനിതിനെ ലിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അവരത് ലോറിയിലേക്ക് കയറ്റും. അപ്പോൾ അവർ കൊണ്ടുപോകാൻ വേണ്ടി തൃശ്ശൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവർ വൈദ്യരാ ഇതല്ല ഇതെവിടെ? ഓക്കെ, പക്കടോ. വെയിറ്റ് ഇല്ല, നല്ല വെയിറ്റാണ്. അടിപൊളി. വേണ്ട ഇവിടെ അനങ്ങുന്നുണ്ട്. വേണ്ട ഇതാ കാണാം ഇവർ കണ്ടെന്ന്. ഇതാ മൂർഖൻ. വേണ്ട മൂർഖൻ. എന്തായാലും ഈ സ്ക്രാപ്പൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാവപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അറിയത്തില്ല, അതിനകത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കേണ്ടതാണ്ട. പടം പൊഴിക്കാറായ മൂർഖൻ, ചട്ട പൊഴിക്കാറായണ്ട.
പുള്ളി കാലാകാലം കടിക്കാൻ വന്നതൊക്കെയാണ്. അതാ ഇങ്ങ് പോയി. അതാ അതാണ്ടോ കടിക്കാൻ വന്നതെന്നാണ് പുള്ളിയെ കടിക്കാൻ ഇങ്ങനെ വായും തുറന്ന് ചെന്നെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും പുള്ളിക്കും ഭാഗ്യമുണ്ട്, ഏറ്റവും വലിയ കാര്യം മുതലാളിക്ക് ഓണർക്ക് ഭാഗ്യമുണ്ട്. പുള്ളിക്കാരൻ എന്നെ വിളിച്ച സമയത്ത് പുള്ളിക്ക് പള്ളിയിൽ ഇപ്പോൾ നിസ്കരിക്കേണ്ട സമയം, പുള്ളി തന്നെ പള്ളിയിലേക്ക് പോയി. 10 മിനിറ്റ് എത്താമെന്ന് പറഞ്ഞു. എന്തായാലും കണ്ടതെന്നായി. പാവപ്പെട്ട പണിക്കാർ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഓണർ കിടന്ന് ഓടണ്ടേ. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ പാവം പണിക്കാരൊന്ന് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി ചെയ്യാൻ നിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുന്ന പാവപ്പെട്ട പണിക്കാരെന്ന് അറിയാമല്ലോ. അപ്പോൾ ചെറുപ്പക്കാർ എവിടുന്നോ ഒന്ന് പണി ചെയ്യുന്നു. അവർ സ്ക്രാപ്പൊക്കെ എടുത്ത സമയത്താണ് അതിൻ്റെ അടിയിൽ കണ്ടത്. അപ്പോൾ ഓണറുണ്ടായിരുന്നു, പുള്ളിക്കാരൻ കണ്ടിട്ട് പുള്ളിക്കാരൻ അങ്ങ് പള്ളിയിലേക്ക് പോയി. അപ്പോൾ നോക്കണം പറഞ്ഞു. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ നോക്കി. ലോറിയുടെ തൃശ്ശൂരിൽ നിന്ന് പണ്ണൂത്തിൽ നിന്ന് ലോറിയുടെ സ്ക്രാപ്പ് എടുക്കാൻ വന്ന ലോറിയുടെ ഡ്രൈവറും വണ്ടി ഓടിക്കുന്ന ആളും അതുപോലെ ഇവരെല്ലാം നോക്കി നിന്നു. അപ്പോൾ എന്തായാലും നല്ല പടം പൊഴിക്കാറായതായതുകൊണ്ട് അവിടെ ഇരുന്നു പോയില്ല. ചട്ട പൊഴിക്കാറ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും സ്ക്രാപ്പ് എടുക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സ്ക്രാപ്പൊക്കെ ശേഖരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ സൂക്ഷിക്കുകയല്ല, നമ്മുടെ ആൾക്കാർക്ക്, പണിക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ തന്നെയാണ് ഓടേണ്ടത്. അപ്പോൾ വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും കൈകൊണ്ട് ഒരു സ്ക്രാപ്പ് വലിച്ചെടുക്കാൻ പണിക്കാരെ അനുവദിക്കരുത്. നമ്മൾ ഇരുമ്പ് കമ്പി വളച്ച് വെച്ചിട്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മണ്ണ് പുല്ല് മാന്തുന്ന മറ്റേ പല്ലുള്ള 3-4 പല്ലുള്ളൊരു സാധനം, അതുകൊണ്ടൊക്കെ മാത്രമേ സ്ക്രാപ്പ് നീക്കാൻ അനുവദിക്കുക. കാരണം എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളും കൂടി ഓടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അപകടം വിലയ്ക്ക് വാങ്ങിക്കാറ്. ഇപ്പോൾ നമുക്ക് പാമ്പ് ഇന്ന സ്ഥലത്തെ വരില്ല, ഇന്ന സ്ഥലത്ത് വരും, അല്ലെങ്കിൽ സ്ക്രാപ്പ് വെക്കണോണ്ടാണ് പാമ്പ് വരുന്നതെന്നൊന്നും പറയുന്നില്ല. പാമ്പ് ഹൈജീനിക്കായിട്ട് കിടക്കുന്ന, നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന വീടുകളിലൊക്കെ പാമ്പ് ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. അവർക്ക് ഇരിക്കേണ്ട സാഹചര്യം, അവർക്ക് വളരേണ്ട സാഹചര്യം എല്ലായിടത്തും, ഇന്ന സ്ഥലത്തൊന്നും അവർക്ക് ഇല്ല. ഇനി വേണമെങ്കിൽ പറയാം, ഈ സ്ക്രാപ്പ് ഇടുന്നതുകൊണ്ടാണ് വരുന്നത്. ഒരു ബന്ധവുമില്ല. കാരണം സ്ക്രാപ്പ് ഇടുന്ന സ്ഥലത്ത് എലി വരാൻ സാധ്യതയില്ല. കാരണം എലിക്ക് ഫുഡുള്ള സ്ഥലമല്ലല്ലോ ഇരുമ്പും അലുമിനിയം പ്ലാസ്റ്റിക്കും ഒന്നും. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക, അവർ എഴഞ്ഞു പോകുന്ന സമയത്ത് വന്ന് കയറി പോകുന്നുണ്ട്. ഇതിപ്പോൾ പടം പൊഴിക്കാറായതുകൊണ്ട് മാത്രമാണ് അവിടെ ഇരുന്നില്ല. ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച്, വള്ളക്കടവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈഞ്ചക്കലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് ഒരിക്കലും പാമ്പ് അത്ഭുതമല്ല. ഇഷ്ടം പോലെ പാമ്പതിയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ നമുക്ക് പുല്ല് വളർത്തുന്ന സ്ഥലം കുറച്ച് അപ്പുറത്തുള്ള. അപ്പോൾ അവിടെയൊക്കെ വലിയ കൂറ്റനാണെങ്കിലും, നമ്മൾ എയർപോർട്ട് സൈഡിൽ കൂറ്റനാണെങ്കിലും കിട്ടിയ സംഭവങ്ങൾ കൊണ്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു അത്ഭുതം അല്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ ഏരിയ താമസിക്കുന്നവർ പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് സ്ക്രാപ്പ് ഇട്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണോ വന്നതെന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം. ഒരിക്കലുമല്ല. ഇത് എവിടെ വേണമെങ്കിലും നമുക്കിപ്പോൾ നമ്മൾ പാമ്പിനെ പിടിക്കുന്ന മാർബിളൊന്നോ ഗ്രാനൈറ്റൊന്നോ എല്ലാ സ്ഥലത്തും നമ്മൾ അതിൽ പിടികൂടാറുണ്ട്. അതിന് ഇന്ന വേസ്റ്റ് കിടക്കുന്നതെന്നോ അഴുക്കുള്ള സ്ഥലമൊന്നുമല്ലോ, എല്ലാം നല്ല കണ്ണാടി പോലെ അവിടെ കിടക്കുന്ന വീട്ടിൽ നിന്നൊക്കെ പാമ്പതിൽ പിടികൂടും. പക്ഷേ അവർക്ക് ഫുഡ് എവിടെ കിട്ടുന്നുവോ അവിടെ അവർ വസിക്കുന്നു. എന്തായാലും ഈ വർഷം ഇണ ചേർന്ന് ഏകദേശം ഒരു 10-28ഓളം മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ഭക്ഷണം തേടി വന്ന അമ്മ അതിഥിയാണ്. അമ്മൂർക്ക് അതിഥിയാണ്. അത് അടുത്ത വർഷവും മുട്ടയിടാൻ സാധ്യത. കാരണം നല്ല ആരോഗ്യമുണ്ട്. ഈ സാധാരണ മുട്ടയിട്ട് കഴിയുമ്പോഴൊക്കെ ശരീരം നല്ല ടയർഡായി ചിലതൊക്കെ അങ്ങ് കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിൽ അങ്ങ് ഡെത്തായി പോകും, മരിച്ചു വെച്ചാൽ ഭക്ഷണം തേടാൻ പോലും പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇതിപ്പോൾ നമുക്ക് നല്ല ഒരു ആരോഗ്യമുണ്ട്. ഏകദേശം 20-നും 24-നും 26-നും 28-നും ഇടയിൽ മുട്ടകൾ ഇടാനുള്ള ഇട്ടിട്ടുള്ളൊരു സാധ്യതയുള്ളൊരു അമ്മ അതിഥിയാണ്. നമ്മളിപ്പോൾ ഇത് പടം പൊഴിക്കാറായി. നമ്മൾ രാവിലെ സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയുന്നൊരു അതിഥി എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഇതുപോലെ പടം പൊഴിക്കാറായിരുന്ന അതിഥിയായിരുന്നു. അപ്പോൾ 2 പേരും. അപ്പോൾ അദ്ദേഹവും വന്ന് ഭക്ഷണം തേടി വന്ന് കുഴിക്കകത്ത് അകപ്പെട്ടു പോയി. ഇദ്ദേഹവും അതുപോലെ. ഇദ്ദേഹം പിന്നെ ഭക്ഷണം തേടി വന്ന് അകപ്പെട്ടു പോയില്ല, പടം പൊഴിക്കാറായപ്പോൾ സ്ക്രാപ്പിൻ്റെ ഇടയിൽ ഇരുന്നു എന്നുള്ളതല്ല. അപ്പോൾ 2 അതിഥി നമുക്ക് ഇന്ന് കിട്ടിയ 2 അതിഥികൾ ഏകദേശം ഇത് പൂർണ്ണമായിട്ട് പടം പൊഴിക്കാറായി. അത് പടം പൊഴിക്കാണ്ട് കളറ് മാറിയിട്ടേ ഉള്ളൂ. അദ്ദേഹം പടം പൊഴിക്കാണ്ട് കളറ് മാറിയിട്ടുള്ളൂ. ഇദ്ദേഹം പൂർണ്ണമായിട്ട് പടം പൊഴിക്കാറ്. അപ്പോൾ ഇത് കണ്ടത് ഈ പടം പൊഴിക്കാറാകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ സ്ക്രാപ്പൊക്കെ ചെന്നെടുക്കുമ്പോൾ അറിയാതെ പെട്ടെന്ന് കടി വീഴും. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ നാടിനെ ശുദ്ധീകരിക്കുക, എന്തായാലും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ചുമതലയുള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. പണിക്കാരെ കൊണ്ട് ഒരിക്കലും കൈകൊണ്ട് ഈ സാധനങ്ങളൊന്നും എടുക്കാൻ ഇവരെ അനുവദിക്കരുത്. കാരണം എപ്പോഴും മുപ്പല്ലിയോ ഹൂക്കോ വെച്ച് മാത്രമേ എടുക്കാൻ. പെട്ടെന്ന് എന്തെങ്കിലും അറിയാമല്ലോ, നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കയ്യങ്ങ് ചെല്ലുമ്പോൾ പെട്ടെന്ന് അങ്ങ് പിടിക്കും. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, അദ്ദേഹം UP-കാരനാണ്, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ചെന്ന് എടുത്തൊന്നും വായും തുറന്ന് ഇങ്ങനെ കടിക്കാൻ ശ്രമിച്ചു എന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടിയിട്ട് അറിയാം, നമ്മൾ സാറിന് ചേരയൊക്കെ നമുക്ക് പേടിക്കേണ്ട, ചേരയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക, അശ്രദ്ധമായി ഒന്നും ചെയ്യരുത്, സൂക്ഷിക്കണം.
ശ്രദ്ധിക്കണം. പണിക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടയനാണ് ഇതിൻ്റെ പിറകെ ഓടേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ട് ഉടയൻ തന്നെ അവരെ കൊണ്ട് കൈ കൊണ്ട് എടുപ്പിക്കാതെ ഈ സാധനം കൊണ്ട് മാത്രം മറിച്ച് സാധനം എടുക്കാൻ സമ്മതിക്കുക. ലോറി കയറ്റുന്ന അതിന് തന്നെ ചാക്കൊന്ന് വലിച്ചിട്ടതിന് ശേഷം കയറ്റിക്കൊണ്ട് അറിയാലോ. നമ്മൾ പല സ്ഥലത്ത് ഇപ്പം എനിക്ക് രാജസ്ഥാനിൽ നിന്ന് അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന വലിയ നാശപർമ്മ ലോറിയിൽ വന്ന ബ്ലാക്ക് കോബ്ര എനിക്ക് നമ്മളെ വഞ്ചൂരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടിയിലൊക്കെ വരുന്നത് നമ്മൾ അറിയാതെ ഇതുപോലെയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അത് വണ്ടിക്കകത്തെങ്കിലും അവിടെ കൊണ്ട് ഇറക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് അവൻ സ്പ്ലിറ്റായിട്ട് അങ്ങ് പോകുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം, അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ സമയം കളയാൻ നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാകണം. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ആദ്യത്തെ നമ്മൾ സെപ്റ്റ് ടാങ്കിൻ്റെ കുഴിക്കാതെ എടുത്തു, രണ്ടാമത് സ്ക്രാപ്പിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടി. അപ്പോൾ ചേട്ടാ ആ ബോട്ടിൽ ഇടാൻ വേണ്ടി അടച്ച് കിട്ടായി. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിനെ മൂർഖൻ തന്നെയാണ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചേരായിരിക്കും. എന്ന് വെച്ചാൽ കറുപ്പെന്ന് പറയുമ്പോഴാണ്. അപ്പോൾ സന്തോഷം. ശരി, പടം പൊഴിക്കാറ് ഒരു കാരണവശാലും ഇവരെ കൊണ്ട് കൈകൊണ്ട് ഒരു സാധനം എടുപ്പിക്കരുത്. ഇവരെ കൊണ്ട് കൃത്യമായിട്ട് കമ്പിയുടെ നമുക്ക് ഇഷ്ടം പോലെ വേസ്റ്റ് കമ്പി ഉണ്ടല്ലോ, കമ്പി വളച്ചെടുക്കാൻ നമുക്ക്. അത് എന്തെങ്കിലും പറ്റി നിങ്ങളല്ലേ ഓടേണ്ടത്. എന്തെങ്കിലും അഥവാ ഇവരുടെ അത്തരത്തുകൊണ്ട് അവർ ചിലപ്പം ധൈര്യം കൊണ്ട് ചിലപ്പോൾ കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ അവരുടെ കൈയുണ്ടെങ്കിൽ എടുക്കും. ടാപ്പ് കിടക്കുന്നതുകൊണ്ടൊന്നും അല്ലാതെ വരുന്നത്. ഇവർക്ക് ഇഷ്ടം ഫുഡ് കിട്ടുന്നതല്ല, ഇവിടെ ഫുഡ് കിട്ടാമല്ലോ. പിന്നെ ഇതിലെ അടുത്തൊക്കെ പറമ്പെല്ലാം വേക്കൻ്റായി കിടക്കല്ലേ. അപ്പോൾ ഇതുമായിട്ടൊന്നൊരു ബന്ധം 6 തൊട്ട് അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് പുല്ല് വളർത്തുന്ന സ്ഥലം അപ്പുറത്തല്ലേ, അവിടെ നിന്നൊക്കെ വലിയ കൂറ്റിനാണെങ്കിലും കിട്ടിയില്ല. ഇപ്പോൾ പുല്ലൊക്കെ കുറച്ചില്ലേ, പുല്ലധികം ഇല്ലല്ലോ. ആറ്റിൽ ഇതല്ലേ ഉള്ളൂ, അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാമ്പിൻ്റെ ഓണറാണ് നമ്മുടെ കൈയും കെട്ടിക്കുന്ന പുള്ളിക്കാരൻ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പുള്ളി നമ്മൾ വിളിച്ച സമയത്ത് തന്നെ പുള്ളിക്ക് ഞാൻ പറഞ്ഞല്ലോ നിസ്കരിക്കാൻ പള്ളിയിൽ പോകേണ്ട സമയമായിരുന്നു. അപ്പോൾ അതാണ് അത് പുള്ളി പോയിരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ദൗത്യം ക്ലിയർ ആക്കി. അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ക്രാപ്പിനിടയിൽ നിന്ന് പിടികിട്ടിയ മൂർഖൻ അതിഥി. അപ്പോൾ നമ്മളിന്ന് സെപ്റ്റി ടാങ്കിൻ്റെ കുഴിക്കകത്തകപ്പെട്ട പടം പൊഴിക്കാറായ പെൺ മൂർഖൻ അതിഥിയുടെയും ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സ്ക്രാപ്പ് കരിമ്പൊക്കെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതിനിടയിൽ കണ്ട പടം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം തന്നെ മുട്ടയിട്ട കുഞ്ഞുങ്ങളെ വിരിച്ചതിന് ശേഷം പുറത്തേക്ക് സഞ്ചരിച്ചെത്തിയ പെൺ മൂർഖനതിഥി 2 മൂർഖനതിഥിയെ പിടിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെയും, മറ്റേ അതിഥിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും എൻ്റെയും നന്ദി, നമസ്തേ.